വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഗയ്സ്, ഇന്ന് നമ്മൾ ഒരു നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഗെയിമും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടിക്കാലത്തെ ഗെയിമാണ് ഗയ്സ്. ആദ്യത്തെ ഒരു ഗെയിം പോലീസും കള്ളനാണ്. പിന്നെ ഈ പേര് സ്ഥല സാധനം അത് മലയാളീകരിച്ച് പറയുമ്പോ അങ്ങനെയാണ് പറയല്. സ്ഥിരമായിട്ട് ഈ കസിൻസ് ഒക്കെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ എല്ലാവർക്കും അറിയാൻ മതിയോ, പക്ഷെ ഞങ്ങൾ അതിനൊന്ന് പരിഷ്കാരം. അതെ, നമ്മളൊരു ഗെയിം സ്പിരിറ്റ് കുറച്ചും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കളർ വീല് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ കളർ വീലില് എല്ലാ അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളാണുള്ളത്. നമുക്ക് ചില അക്ഷരങ്ങളുള്ള സാധനം, പേര്, സ്ഥലം, സാധനം നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ കുറച്ച് ടഫ് ആയിട്ടുള്ള അക്ഷരങ്ങളും ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള അക്ഷരങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ വീൽ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഒരു ലെറ്റർ കിട്ടും. ഇപ്പൊ മായാണ് കിട്ടിയിട്ടുള്ളത്. ആ മാ വെച്ചിട്ട് നമ്മൾ ഒരു പേര് കണ്ടെത്തണം, പിന്നെ ഒരു സാധനത്തിന്റെ പേര് കണ്ടെത്തണം, പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര് കണ്ടെത്തണം, പിന്നെ ആനിമൽ കണ്ടെത്തണം, പിന്നെ ഫിലിമും കണ്ടെത്തണം. എന്നിട്ട് ആദ്യം ആരാണോ ഇത് എഴുതി തീരുന്നത് അവർക്ക് മുന്നിലുള്ള ഈ ബസർ ഇങ്ങനെ ബസർ അമർത്താം. പിന്നെ ആർക്കും എഴുതാനുള്ള ചാൻസ് ഇല്ല ഗൈസ്. അതോടെ രണ്ടുപേരും പെൻ അവിടെ താഴെ വെച്ചിട്ട് ഇരിക്കണം. അപ്പൊ നമ്മൾ എഴുതുന്ന ഓരോ ശരി ഉത്തരത്തിനും 10 പോയിന്റ് ആയിരിക്കും. പിന്നെ രണ്ടുപേരൊക്കെ സെയിം ആയിട്ട് ഇപ്പൊ കാ വെച്ചിട്ട് ആനിമൽ നമ്മൾ കടുവാന്ന് ഇപ്പൊ രണ്ടുപേരൊക്കെ എഴുതാണെന്നുണ്ടെങ്കിൽ അതിന് 5 പോയിന്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ബാക്കിയുള്ളവർ എഴുതാൻ ചാൻസ് ഇല്ലാത്തത് നമ്മൾ ആ നേരം കൊണ്ട് തപ്പി പിടിച്ച് എഴുതണം. ഫസ്റ്റ് ബസർ പഠിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത്രയും ചാലഞ്ചസ് എല്ലാം കൂടെ ഒരൊറ്റ ഗെയിമിന് വന്നിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം ആവാൻ പോവാണ് ഗൈസ്. ഇത് നമ്മൾ അന്ന് പണ്ടൊക്കെ നമ്മൾ ഫണ്ണി ആയിട്ട് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് കോമ്പറ്റീഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ബസർ ഇപ്പുറത്ത് വെച്ചാലേ റെഡി ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുക. പുതിയ ബുക്കൊക്കെ ഒരേപോലെ ഞങ്ങൾ അതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി പേര്, സ്ഥലം, സാധനം ഇവിടെ എങ്ങനെ എഴുതണം കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇംഗ്ലീഷിൽ ചെയ്യണമെന്ന്, പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട മലയാളത്തിൽ, അതല്ല ഒരു നൊസ്റ്റു ആയിട്ടുള്ളത്. അതെ, മലയാളത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തത് ഇംഗ്ലീഷിലാക്കാം. ഹിന്ദി വേണോ? ഹിന്ദിയിൽ 5 മാത്രം. പിന്നെ ആദ്യം നെയിം, പിന്നെ പ്ലേസ്, പിന്നെ തിങ്, പിന്നെ ആനിമൽ ആണോ? നെയിം, പ്ലേസ്, തിങ്സ്, ആനിമൽ. തിങ്സ്, ആനിമൽ, ആനിമല്, പിന്നെ ഫിലിം, പിന്നെ മാർക്ക്. അയ്യോ, മാർക്ക് ഇവിടെ സൈഡിൽ എഴുതണോ? എനിക്കൊരു സ്വഭാവം എന്താ അറിയോ, എനിക്ക് ഇതിൽ ഭയങ്കര വൃത്തിയായിട്ട് എഴുതണം. എന്നിട്ട് ഞാനിങ്ങനെ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടായിരുന്നല്ലോ ശ്രീ, അതെവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടെ. ഇവളെല്ലാം കൂടെ നാളെ ആക്കുന്നത്. ഓള് വരാനുള്ള ബുക്ക് എടുത്തോണ്ട് നോക്ക് സുഖമായി. പിന്നെ നിങ്ങളും ബുക്കും പെന്നും എടുത്തിരുന്നാല് നമ്മൾ ഇവിടെ വരുന്ന ലെറ്റേഴ്സ് നിങ്ങൾക്ക് അതേപോലെ തന്നെ അവിടെ നെയിം, പ്ലേസ്, തിങ് കളിക്കാൻ പറ്റും കേട്ടോ. വേഗം ബുക്കും പെന്നും എടുത്തിരുന്നു. ബസ്സറൊക്കെ ഓക്കെ ആണോ നോക്കട്ടെ. പിന്നെ അടിയാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ബസർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതരുത് കേട്ടോ ബാക്കിയുള്ളവര്. അതാണ് എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട് പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ എഴുതരുത്. ഞാൻ സ്റ്റാർട്ട് പറയും. എന്നെ കറക്കിയാൽ മതി. 3, 2, 1, go. തുടക്കത്തിൽ സിമ്പിൾ ആയത്. സിമ്പിൾ ആയത്. അയ്യോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങിയാലോ? നോക്കരുതേ. അയ്യോ, അത് പറ്റൂ. മാർക്ക് പോയി. കാക്കലി എഴുതിയത് ഞാനും കാക്കലി എഴുതിയത്. ഞാൻ ബസ്സർ അടിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ വായിച്ചു തുടങ്ങാം. ഞാൻ ഫിലിം തന്നെ തുടങ്ങി. ഞാനും കാക്കക്കുയില് തുടങ്ങി. പറഞ്ഞോ, എന്തായാലും മാർക്കില്ലേ, സമാധാനമായിട്ട് വായിക്കാനോ. ഞാനാ തുടങ്ങാ. ഞാൻ ബസ് അടിച്ചോണ്ട് ഞാൻ പറയാം. പേര് കല്യാണി, കുക്കു, കാർത്തിക. നല്ല അടിപൊളി. 10 മാർക്ക്. പ്ലേസ് കാക്കനാട്. എത്ര സ്ഥലം കാക്കനാടാണ്. ഞാനും കാക്കനാട്. കാരപ്പറമ്പ്. അത് കോഴിക്കോടുള്ള
സ്ഥലമാണ് guys. അതൊക്കെയാ അതൊക്കെ അതൊക്കെ എന്തായാലും 10 മാർക്ക് കിട്ടിയില്ലേ? 10 മാർക്ക് കിട്ടി. ഇനി തിങ്ങല്ലേ? ഇഞ്ചിക്കും 5 പോയിന്റ് ആണ്. ഇനി തിങ്ങ്. കത്രിക. കാരക്ക. കാരക്ക തിങ്ങ. എന്താ തിങ്ങല്ലേ? ഞാൻ കാന്ന് എഴുതി വെച്ചു ഫുൾ എഴുതാനുള്ള ആ ടൈം. അപ്പൊ എനിക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ 10. ഇല്ല, കാരക്ക തിങ്ങോന്ന് വെച്ചത്. 10. ആനിമൽ കടുവ. കാക്ക. കാക്ക. 5 മാർക്ക്. ഫിലിം എന്താ? കാക്കക്കുയില്. 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 ഇതിന് എത്ര പോയിന്റ് ഇടാ? 5 തന്നെ. ശരിക്കും 3 ആളും കൂടി തെറ്റിച്ചിട്ട് 0 അല്ലേ ഇടാ? കല്ലോടത്ത് പൂച്ച ഇടാൻ പറയണു. ഇത് 0. 3 പേര് കാക്കക്കുയിൽ നിന്നാണ് ഫിലിം എഴുതിയത്. അപ്പൊ 0 മാർക്കാണ്. എത്ര സിനിമ ഇതിൽ ഒത്തൊരുമില്ല വേണ്ടത്. ഇത് നിങ്ങൾ പെട്ടെന്ന് എനിക്കറിയാം, ഇവരെ എഴുത്ത് കണ്ടപ്പോ ഇവര് ഇങ്ങനെ സ്പീഡിൽ എഴുതുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഒരാളിപ്പോ ബസർ അടിക്കുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തലയിൽ വന്നത് അങ്ങോട്ട് എഴുതിയതാ. എനിക്ക് നെയ്മ് കല്യാണി 10, കാക്കനാട് 5, കത്രിക 10, കടുവ 10, കാക്കുയിൽ 0 ആട്ടോ കിട്ടിയത്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയപ്പോ ടോട്ടൽ 35 ആട്ടോ. എനിക്കിത് കുക്ക് 10, കാക്കനാട് 5, കാരക്ക് 10, കാക്ക 5, കാക്കക്കുയിൽ 0. 10, 15, 25, 30 മാർക്കാണ്. എനിക്കിത് പേര് കാർത്തിക, പ്ലേസ് കാരപ്പറമ്പ്, പിന്നെ തിങ്ങ ഞാൻ എഴുതാൻ വിട്ടുപോയി. കാ മാത്രം എഴുതി വെച്ച്. പിന്നെ ആനിമല് കാക്ക, അതിന് 5 കിട്ടി. പിന്നെ ഫിലിമിന് കാക്കക്കുയില്, അത് 0 ആയിരുന്നു. ടോട്ടൽ എനിക്ക് 25. അപ്പൊ ഈ റൗണ്ടിൽ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്ന ബസർ അടിച്ചത് ഞാൻ തന്നെ. റൗണ്ട്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. നമുക്ക് കാണാം അടുത്തത് ആരാന്ന്. 5നെ പിന്നിലാക്കും. ഓക്കെ, അടുത്ത ആരാ? ഞാൻ നല്ലൊരു ടഫ് അക്ഷരം. അയ്യോ അതേ പോയി. അത് തള്ളിട്ട് അമ്മേ മാ വെച്ചിട്ടാണ് ഗൈസ് തുടങ്ങാം. ഓക്കേ പറഞ്ഞോ. ഓക്കേ റെഡി 3 2 1 ഗോ. അയ്യോ, യു ഇവിടെ ചെന്ന് പുറത്താക്കണം. ശരിയാവൂല ട്ടോ. എനിക്ക് ഗെയിംസ് ഒക്കെ വരുമ്പോ നല്ല ത്രില്ലാണ് ഗെയിംസ്. ഞാൻ ഇത്ര സ്പീഡിൽ എങ്ങനെ എഴുതാൻ പറ്റുന്നു? അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്നു. തുടങ്ങിക്കോ. തുടങ്ങട്ടെ. നെയ്മ് മീര. ആരെ എഴുതിണ്ടോ? മീനാക്ഷി. ഓ മാണിക്യം. 10 മാർക്ക്. പ്ലേസ്. അയ്യോ പ്ലേസ് മാങ്കാവ്. മാങ്കാവ്. കോഴിക്കോട് വിട്ടിട്ട് വേറെ പരിപാടിയില്ല. ഞാൻ മീൻമുട്ടി. എവിടെ സ്ഥലമാണ്? മഞ്ചേരി. മീൻമുട്ടി വാട്ടർഫോൾസ്. ഓ അടുത്ത തിങ്ങ് പറയട്ടെ. മാല. മീൻ. മീൻ. ഞാൻ പറയട്ടെ. മടല്. ഇങ്ങനെയാണ് ഇവർക്ക് ഓരോ സാധനങ്ങൾ കിട്ടണത്. അതൊക്കെ ഇങ്ങനെ എന്ത് തലയിൽ വന്നില്ല. മടല് എന്നൊക്കെ ആരെയും തലയിൽ വരുമോ? ഓക്കെ, അടുത്ത് ആനിമല്. അതെല്ലാവരും സെയിം ആവാൻ സാധ്യത ഉണ്ട്. മാൻ. മുയൽ. ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു മാൻ എല്ലാരും എഴുതല്ലോ, അപ്പൊ ഇവര് വേറെ ആലോചിച്ചെടുത്തോളും. ഞാൻ വിചാരിച്ചു മുയലായിരിക്കും. ഞമ്മക്ക് 5 വന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഫിലിം മാ മാത്രമേ എഴുതിച്ചു, ബാക്കിയുള്ള ടൈം കിട്ടിയില്ല. ഞാനും മായ എഴുതി. ഓ മാണിക്കല്ലേ ഇതൊക്കെ എഴുതാ എവിടെ ടൈം കിട്ടുന്നത്? ഞങ്ങൾക്ക് 2-0. ഞങ്ങള് 2 ഫിലിം എഴുതിയില്ല. മാന്ന് എഴുതിയപ്പോഴത്തേക്കും ഇവള് ബസർ അടിച്ചു. പിന്നെ 1 2 ഒരേപോലെ എഴുതിയിട്ട് 5 മാർക്കുണ്ട്. 5 ഫുള്ള്. എനിക്ക് ഇതിൽ ഫുള്ളാണ് ഗൈസ്. എനിക്ക് എല്ലാത്തിനും 10 മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 50 എനിക്ക് കിട്ടിട്ടോ. എനിക്ക് ഈ ഒരു ഫിലിം മാത്രമേ എഴുതാത്തതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ 40 പോയിന്റ്സ്. 40 പോയിന്റ്സോ? ഇത് 35 എഴുതടി. ചുളിവിൽ 5 മാർക്ക് കൂട്ടിയതാളെ ശ്രമമായിരുന്നു ഗൈസ്. അത് ഞങ്ങള് സമ്മതിച്ചെടുക്കൂല. മാൻ ഞാൻ ആലോചിച്ചില്ല, ഒരേപോലെയാണതാ. എനിക്കിതാ ഇതിന് 10 പോയിന്റ്, ഇതിന് 10, ഇതിന് 10, ഇവിടെ 5 സെയിം ആയി പോയി. ഇവിടെ ഞാൻ 1 എഴുതിയില്ല. ആസ് യൂഷ്വൽ 0 ആയി. അവസാനം 35 പോയിന്റ്. ഇതന്നെയല്ല നേരത്തെ പറഞ്ഞോണ്ടിരുന്നത്. അടുത്ത 5 അടുത്ത് ഞാൻ കറക്കാം. ഇതിലെങ്കിലും എനിക്കൊന്ന് മൊത്തം എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ. ഫസ്റ്റ് മത്സരം അടിക്കാനല്ല എന്താ വരാ നോക്കട്ടെ. ഈശ്വര, ഞാൻ കറക്കുന്നോണ്ട് ഇനി എന്താണോ വരിക. ഓക്കേ റെഡി 2 1 ഗോ. എന്നെ കണ്ടു വെച്ചിരിക്കൊന്നും കിട്ടുന്നില്ല.
ഓക്കെ, പേര് പറഞ്ഞോളൂ. ചക്കി, ചിന്നു, ചന്ദന. ആര് എഴുതേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ റയർ ആയിട്ട് പിടിച്ചതാണ് guys. ഓക്കെ, പ്ലേസ് പറയട്ടെ. ചാലക്കുടി. ചാലക്കുടി. ചാവച്ച് എനിക്കതേ ഓർമ്മ വന്നു. ചാലക്കുടിങ്കിൽ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. 5 മാർക്കെങ്കിൽ 5 മാർക്ക്. Okay, സാധനം ചെമ്പ്. ചീര. ചങ്ങല. അനിമല് ചെമ്പോത്ത്. ചീങ്കണ്ണി. ഇപ്പൊ ആലോചിച്ചപ്പോ ഒന്ന് എനിക്ക് അതുപോലും കിട്ടില്ല. ഇപ്പൊ കൂടി ഒന്നും എഴുതിയിട്ടില്ല. സമാധാനം. ഓക്കെ, സിനിമ ചെങ്കോല്. ഞാനില്ല ഗൈസ്, ഇത് നോക്ക്. ചിന്താവിന്നെഴുതി. ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള പെണ്ണെടുത്തൊന്നുമില്ല, അതാ പ്രശ്നം. ഒന്നും ചെയ്യാൻ ഓളെന്നെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത പെണ്ണല്ലേ ഞാൻ മാർക്ക് തരുമോ ഗൈസ്? എനിക്ക് അത് എഴുതാൻ പോയതല്ലേ, ചിന്താവിഷ്ട എഴുതിയില്ലേ? തരാൻ പറ്റൂല. എനിക്ക് മാർക്ക് തരാൻ പറയും. സിനിമ എഴുതിയില്ല. ഞാൻ എഴുതിയില്ല. ഞാൻ ചന്ദനമഴ നിൽക്കുന്ന സീരിയലായി പോയി ഗൈസ്. എനിക്ക് ഇവിടെ ചാലക്കുടി എന്നുള്ള ഒരു ഒറ്റ സാധനം ഷാമിനായിട്ട് സെയിം ആയി പോയി. അപ്പൊ എനിക്ക് ഈ ഒരു ഒറ്റ 5 പോയിന്റ് മൈനസ് ആയിട്ടുള്ളൂ. അപ്പൊ 45 എനിക്ക് ഇവിടെ. എനിക്ക് എന്താണ് ഗൈസ് 10, 5, 10 അപ്പൊ 25 മാർക്കുള്ളൂ ഗൈസ്. എനിക്കിത് ഈ ഒരു ചിന്താവിഷ്ടക്ക് ഒരു 10 മാർക്ക്, എനിക്ക് 35 മാർക്ക്. എനിക്ക് ഗൈസ് ഞാൻ വൻ പൊട്ടൽ പൊട്ടിയിരിക്കുകയാണ് ഇവിടെ. 20 മാർക്കേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയതിന് ഫുൾ മാർക്ക് കിട്ടിട്ടോ. എന്റെ സന്തോഷം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് ബസ്സറടിച്ച്. ഞാൻ തന്നെ കറക്കി ഒരു അക്ഷരം എടുത്തു. ഞാൻ തന്നെ പൊട്ടിപ്പാളിസായി. ഇതില് ഗൈസ് ചാ പോയി, മാ പോയി, കാ പോയി, കാ പോയി, കാ പോയി, മാ മാ പോയി. ഇനി അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഞാൻ തുടങ്ങട്ടെ. നല്ല രസമുണ്ടല്ലേ? നല്ല രസം. ഷാ വരട്ടെ. മിണ്ടരുത്. എന്റെ പേരൊന്നും എഴുതിയേക്കരുതേ. തുടങ്ങില്ലേ? അയ്യോ അയ്യോ, ചാമി കോപ്പി അടിക്കണ്ടോ? ചാമി കോപ്പി അടിച്ചില്ല. നല്ലൊരു അക്ഷരായി പോയി. ഷാമി എന്നോട് ചോദിക്കുന്ന ഓരോന്ന്. ഞാൻ ചോദിച്ചില്ല. ചോദിച്ചിട്ട് തന്നെ മുഖം കണ്ടറിയാം. എനിക്കൊന്നും കിട്ടുന്നില്ല. ഷാവച്ചൊരു സാധനം ഇല്ലേ? 5 മിനിറ്റ് അടുത്ത് ചോദിക്കുന്നേ. ഇതിപ്പോ ആരും ബസ്സറടിക്കൂലേ? തോന്നുന്നു. കഴിഞ്ഞില്ല. ഇപ്പൊ കഴിയൂ. മിണ്ടല്ലേ? എന്താ സല്ലൂര് വിട്ടില്ല. മോളിലേക്ക് നിൽക്കുക. ഇവളെന്ത് എഴുതുന്നത്? പ്ലേസ് ഉണ്ടോ? പ്ലേസ് കിട്ടിയ ഷാവച്ച് 2 എണ്ണം ഓടി കൊടുത്ത് കിട്ടാതെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കല്ലോ. ഞാൻ നിർത്തിക്ക. ഞാൻ ബസ്സറടിച്ചു. ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഉണ്ടോന്ന് ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ഭൂപടത്തിൽ ഇല്ലാത്തൊരിടം. ഇല്ലെങ്കിൽ എന്റെ മാർക്ക് പോകും. ഇതെന്താണിത്? ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ശ്രീലങ്ക. ആടി ഷാവച്ചിട്ട് കറക്റ്റ് ഷായ അത്. ശ്രീലങ്ക കറക്റ്റ് അല്ലേ? എഴുതിയായിരുന്നല്ലോ ശാന്ത. അടുത്തത് ശിഖർ ധവാൻ. ഞാൻ എന്താ എഴുതാന്ന് വിചാരിച്ചറിയോ? ശൂർപ്പണഖ. എന്താ എഴുതിയ ബെറ്ററായി പേരിട്ട്
ആയിട്ട് ശീതൾ, അതുകൊണ്ട് അത് എഴുതി. അല്ല, സിമ്പിൾ ആയിട്ടുള്ള പേര് എഴുതി കഴിഞ്ഞാൽ ആരെയും എഴുതും. അതോടെ ഈ ശിഖർ ധവാൻ എഴുതി. ഞാൻ എന്തെങ്കിലും കിട്ടട്ടെ വിചാരിച്ചിട്ട്. അടുത്ത ഒന്ന് ഗൂഗിൾ മാപ്പ് എടുക്കുവോ? 10 പ്ലേസ്. ഷോണക്കാട്. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ? ഒന്ന് നോക്കിക്ക്. മാർഗം കിട്ടുമോ നോക്കാനാണ്. മാർഗം കിട്ടുമോ നോക്കണം. ഷോണക്കാട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുക. ഗൂഗിൾ മാപ്പിൽ SHO എന്നെ അടിച്ചു നോക്കണോ? ആ നോക്കാം. ഗൂഗിൾ ചെയ്തപ്പോ അങ്ങനെ സ്ഥലമില്ല. സാറില്ല, എനിക്ക് 0 മാർക്ക്. ഓക്കെ, തിങ്. അല്ലെങ്കിൽ എന്താ? ഓക്കെ, ശ്രീലങ്ക. ഞാനൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, 10 പോയിന്റ്. ഇനി അടുത്തത് തിങ്സ്. തിങ്. ശീല എന്ന് വെച്ചാൽ തുണി എന്ന് പറയൂലേ, അതിന്റെ വേറൊരു പേരാണ് ശീല. ശീല. സമ്മതിച്ചു കൊടുത്തു ഞാൻ. ഓക്കെ, തിങ്സ് ശർക്കര. ഞാൻ ശർക്കര എഴുതി. ഞാൻ ഫസ്റ്റ് ഷീമക്കൊന്ന് എഴുതി. ഷീമക്കെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. പക്ഷെ അത് ഇനിയിപ്പോ എഴുതിയിട്ട് അത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞു മതിയെന്ന് വെച്ചിട്ട് ഞാൻ ശർക്കര എഴുതി. 5 മാർക്ക് കൊറേ ആലോചിച്ച് എഴുതിയതാ. ഈ ആനിമൽ എന്താന്ന് എനിക്കറിയാം. ഞാൻ ഷാ മാത്രം എഴുതിച്ചു കുറെ നേരം ആലോചിച്ചു. ശലഭം. അടിപൊളിട്ടോ. ഇത്ര ഞാൻ ആലോചിച്ചറിയോ. പിന്നെ ഞാൻ ഷീമപ്പന്നി ആലോചിച്ചിട്ടോ, പക്ഷെ അത് പിന്നെ എനിക്ക് തോന്നാ അങ്ങനെ ഉണ്ടാവൂലേന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ഓക്കെ, അപ്പൊ അത് പോയി. 0. ഫിലിം ശങ്കരാഭരണം. സിനിമ ശിക്കാരി ശംഭു. ശിവദം. ശരിക്കും എഴുതി. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ സല്ലു? ശിവദം. ജസ്റ്റ് ഒന്ന് നോക്കിയോ. എനിക്ക് ചെറിയൊരു അല്ല, നമ്മുടെ പഴയ മെമ്മറിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്നതായിരിക്കും. അപ്പൊ ഉണ്ടോ എന്നുള്ള സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ കറക്കി കൂട്ടി എഴുതാനും പറ്റും. ശിക്കാരി ശമ്പുണ്ട്, അത് കുഞ്ചാക്കോവന്റെ സിനിമ. ശിവതല്ല, ശിവദം എന്ന് പറഞ്ഞൊരു സംഭവല്ലേ ഫിലിം. എന്റെ നന്മയോണ്ടല്ലേ, ആത്മാർത്ഥത കൊണ്ട് ഞാൻ ചോദിച്ചു. നിങ്ങളൊക്കെ തലയായിട്ടിരുന്നത് ശിവദം. ഞാനും അങ്ങനത്തെ അതേപോലെ തന്നെ ആത്മാർത്ഥതയോടെ ഷോണക്കാട് ചോദിച്ചു. എനിക്ക് അതേ പേരിൽ വേറെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ഞാൻ എഴുതിയതാണ്. ഞാൻ 10 മാർക്ക് കിട്ടിയാലോ? അതെ. അപ്പൊ എനിക്ക് ഇതിലാണെങ്കിൽ മാർക്ക് കൂടുതലുള്ളത്. എനിക്ക് 45 പോയിന്റ് ആണ്. എനിക്ക് 30 പോയിന്റ്. എനിക്ക് 30 കിട്ടി. 10, 20, 30. 5ക്ക് എത്രയാണ്? 15. തുടക്കത്തിൽ 5 എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ വെറും 15 മാർക്ക് കഴിച്ച്. നേരത്തെ 20 മാർക്ക് ഇങ്ങനെ എനിക്ക് കിട്ടിയത്. സാറിൽ അടുത്ത റൗണ്ടിൽ ശരിയാക്കാം. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. എനിക്കില്ല, ഇന്റത് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇതാ ഫസ്റ്റ് പേരിന് 10 പോയിന്റ്. വേണ്ട, ടോട്ടൽ 45. എനിക്ക് ടോട്ടൽ 30 മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഞാന് ഈശ്വര ഇനി ഒരു മീഡിയം വെട്ടിക്കും. ഇനി ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഈസി മതി. എപ്പോഴും തന്നെ പറയല്. ഞാൻ സ്റ്റാർട്ട് പറഞ്ഞിട്ട് തുടങ്ങാൻ പാടുള്ളൂ. അയ്യോ, 3, 2, 1 go. അയ്യോ, ഞാൻ തിരിച്ചു വന്നു. ഒറ്റൊന്ന് എഴുതാൻ ബാക്കിയുള്ളത്. ഒറ്റൊന്ന് ഞാൻ എന്തത് കംപ്ലീറ്റ് ചെയ്ത ഏകദേശം. കറണ്ട് തിരിച്ചു വന്നു. അപ്പൊ തുടങ്ങാം. നെയ്മ് നീന. നകുലൻ. എനിക്ക് അപ്പോഴേ തോന്നി നീനാരും എഴുതുന്നത്. ഞാൻ നകുലൻ എഴുതി 10 മാർക്ക്. പ്ലേസ് നരിക്കുനി. ഇവിടെ എനിക്കത് കിട്ടണുള്ളൂ. കോഴിക്കോട് സ്ഥലങ്ങളോടെ എഴുതി വെക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ എഴുതിയത് അറിയോ? നടക്കാവ്. ഞാൻ ഓളെ കൂട്ടത്തിൽ കൂടിയതാ. കോഴിക്കോട്. ഞാൻ ഒന്നും എഴുതിയില്ല. ഞാൻ എഴുതി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് സ്ഥലമൊന്നും കിട്ടുന്നില്ല. അടുത്തത് തിങ്ങാണ്. നന്നാറി. നീലാംബരി. നീലാംബരി പൂവോ? എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു നീലാംബരി എന്ന് പറഞ്ഞാൽ എന്തോന്നുണ്ട്. അത് എന്താന്ന് പറയണം. നീലാംബരി രാഗമുണ്ട്. രാഗം ഒരു തിങ്ങായിട്ട് കാട്ടാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. അത് നോക്കണം സ്ഥലം. കണ്ടോ നീലാംബരി ഫ്ലവർ. ഡൗട്ട് ആയോണ്ട് പറഞ്ഞതല്ലേ. ഞാൻ എന്താ അവിശ്വസിച്ച്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞേട്ടെ. നാവ്. എന്ത് തിങ്ങാ? നാവ്. അത് നേരത്തെ ബേർഡിനെ വരെ തിങ്ങാക്കി വെച്ചല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബേർഡിനെ തിങ്ങാക്കി ഫുഡ് ഇതാക്കി വെച്ചതാ. ഓക്കെ, അതിന് 10 മാർക്ക്. ഞാന് നന്നാറി. ആനിമൽ നീർക്കോലി. നായ. നരി.
നായ ആരെങ്കിലും എഴുതാത് സമാധാനം. സിനിമ പറ നിന്നിഷ്ടം എന്നിഷ്ടം. നീന. നീന സിനിമ ഉണ്ട്. ആ. നാലുകെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടോന്നൊന്ന് നോക്കൂ. നാലുകെട്ട്. അതെ അത് ബുക്കല്ലേ. എഴുതി വെച്ചിട്ട് നീ അത് പറയരുത്, മിണ്ടരുത് ഇവിടെ നിന്ന്. ഞാൻ എനിക്ക് പറയണം. നീലാംബരി എഴുതിയിട്ടുള്ളൂ. അതല്ല, അതിന് മുന്നേ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് എംടിന്റെ എന്തോ ബുക്കല്ലേ നാലുകെട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, അത് സിനിമ ആയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാഗ്യം. അവിടെ വായനക്കാരെവിടെ സ്വീകരിക്കും? അല്ല ഞാൻ ചോദിച്ചതല്ലേ. ഉണ്ടോ നാലുകെട്ട് സിനിമ ഉണ്ടോ? ഈശ്വര, ടുണ്ടു, ടുണ്ടു. ഓളെ ഹൃദയം ഇടിക്കുന്നോളെ ഒച്ച. നോവലാണ്, ആ ഷോർട്ട് ഫിലിം ഉണ്ട്. ഷോർട്ട് ഫിലിം ഒന്നും കൂട്ടില്ല. ഫിലിം ഫിലിം ഓക്കെ, 0. ഉണ്ടോ? ഫിലിം ഉണ്ടോ? പഴയ കാലത്തെയോ? നിനക്ക് കേട്ട പോലെ ഒരു തോന്നലുണ്ട്. അത് ഇതാണ് ബുക്കാണ്. ബുക്കാണ്. ഉണ്ട്, ഉണ്ട്. ഇല്ലാത്ത സിനിമ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ തോന്നുന്നു. അവനോ ഉണ്ടോ? വെറുതെ എഴുതിയിട്ടല്ലേ നാലുകെട്ട്. പറയണ്ട, ഇവിടെ വേറെ ഓരോരുത്തർ വെറുതെ ഓരോന്ന് എഴുതിയിടുന്നൊക്കെ ഉണ്ട് guys. ഞാനൊന്നും എഴുതിയിട്ടില്ല. ഈ ഒന്നും എഴുതിയിട്ടില്ല ഇതുവരെ. എന്താ എഴുതിട്ടെ? ആ സാധനം കൂടെ കാണിച്ചേ. അതിലെന്തൊക്കെ ടെലിവിഷൻ ഫിലിം ആയിട്ട് അത് പറ്റില്ല. ഓക്കെ, നോർമൽ ഫിലിം ആയിട്ടില്ല. നമ്മള് കൂട്ടണ്ടേ? ആ ഓക്കെ, അത് കൂട്ടില്ല. അപ്പൊ നാലുകെട്ട് കൂട്ടില്ല, 0 കേട്ടോ. ഓക്കെ, അപ്പൊ നീല ഫിലിം എനിക്ക് 10 മാർക്ക് കേട്ടോ. എനിക്ക് ടോട്ടല് 5, 10, 20, 30, 35 എന്തായാലും 50 പോയിന്റ് ആണ് ഗൈസ്. ഞാൻ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 10, 20, 30, 35. ഇവിടെയൊക്കെ പോയ പോയിന്റ്സ് ഞാൻ ഈ 50 ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഓ, പേരില് ശ്രീന്റെ അതേ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? വെറുതെ അല്ലെങ്കിൽ 40 പോയിന്റ്. ഞാനെന്ത് ചെയ്യാനെങ്കിൽ അതുകൊണ്ട് എഴുതുന്നില്ല, എനിക്കറിയാം. ഇതേപോലെ നീന എഴുതി വെച്ചു, അതിന് 5. ഞാൻ ഈ സ്ഥലം എഴുതിയില്ല, അതുകൊണ്ട് ഞാൻ മാത്രം എഴുതി വെച്ചു, അത് 0. പിന്നെ നീലാംബരി, നായ, നീന ടോട്ടൽ 35 മാർക്ക്. എനിക്ക് നീനയ്ക്ക് 5 മാർക്ക് കിട്ടി. പിന്നെ ഇതിനൊക്കെ 10 10 വെച്ച് കിട്ടി. ഇവിടെ എനിക്ക് പോയി guys. ഇങ്ങനെ ഒരു സിനിമ ഇല്ല. അപ്പൊ ടോട്ടൽ 35 മാർക്ക്. 35. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അടുത്ത റൗണ്ടിൽ ആരെ ഞാൻ കറക്കാം. അപ്പൊ ഞാൻ വെട്ടാ, ഇനി അടുത്ത 5. ദൈവമേ, നേരത്തെ ഞാൻ കറക്കി കിട്ടിയതിലായിരുന്നു. ഞാനാ പറയണ്ടേ? 3, 2, 1 go. പെണ്ണ് എഴുതുന്നില്ല. അതൊന്നും പറയില്ല. ഓക്കെ, ഇത് വെട്ടിട്ടോ. പെണ്ണ് വർക്ക് ചെയ്തില്ല. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഷാമിന് തുടങ്ങിക്കോ. ഞങ്ങൾ നോക്കൂ അത്. ഷാമിന് തുടങ്ങാം. പേര് തുടങ്ങട്ടെ. വെച്ചിട്ട് സുലൈഖ. ഉമ്മന്റെ പേര് ഞാൻ സാമി. സീത. സ്വാമിന് ഒരു പേരുണ്ടാ? ആ, സ്വാമി. ആ, ഉണ്ട്. ഇത് സീതേ. ആ. സംശയം ഉണ്ടെങ്കിൽ ഓക്കെ. അടുത്ത എന്നാ പിന്നെ ചാമിയെന്ന് എഴുതാ. എന്ത് ഇവിടെ ചാമി ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത്. ഇവിടെ ചാമിന്ന് വിളിക്കാം. പ്ലേസ് സിക്കിം. ഞാൻ ഒന്നും എഴുതിയില്ല. ഞാൻ എഴുതിയിട്ടില്ല. അല്ല, ഇവിടെ അടുത്തുള്ള സ്ഥലം എഴുതി കൂടെ. ഞാൻ ആലോചിക്കുന്നത് സാ വെച്ചിട്ട് ഇപ്പൊ ഏതോ സ്ഥലം. 10 മാർക്ക് എനിക്കാണ് കിട്ടിയത്. സാ വെച്ചിട്ട് സിക്കിം. ഓക്കെ. തിങ്സ് സാരി. സാരി. സിന്ദൂരം. ഒരു തവണയെങ്കിലും ഒരു 10 മാർക്ക് കിട്ടുന്നത് ഞാൻ സിന്ദൂരാണ് കഴിച്ച് എഴുതിയത്. എപ്പോഴും ഞാൻ എഴുതുന്നതിന് ആനിമല് വൻ വെറൈറ്റി ആയിട്ട് ഞാൻ എഴുതിയാടോ കേട്ടോ. ഇത് പറയട്ടെ, സിംഹവാലം കുരങ്ങ്. സിംഹം എഴുതാൻ പോയിരുന്നു ഞാൻ. പിന്നെ ആരെങ്കിലും എഴുതാന്ന് വെച്ചാൽ സിംഹവാലം കുരങ്ങ് എഴുതി. അതെല്ലാവരുടെയും ട്രിക്കാണ്. ഞാൻ സർപ്പം. സർപ്പം. എന്റെ അമ്മോ, ഞാൻ ഒന്നും എഴുതില്ല. സാ മാത്രമേ എഴുതി. അപ്പൊ 10 മാർക്ക്. സിംഹം എഴുതിയാതിരുന്നില്ലേ. സിനിമ സുന്ദര കില്ലാടി. സിന്ദൂരരേഖ. സൂര്യപുത്രൻ. സിനിമ എഴുതി എല്ലാവരും. ഓക്കെ. ഞാൻ സർപ്പം നല്ലൊരു സിനിമ എഴുതി വെച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ട്, സർപ്പം എന്നുള്ള സിനിമ ഉണ്ടോ? പിന്നെ ഞാനത് വെട്ടി സുന്ദര കില്ലാടി എഴുതി. ഇതില് കഴിച്ച് എനിക്ക് ആ എന്താ പ്ലേസ് മാത്രമാണ് എഴുതാൻ വിട്ടുപോയത്. അതുകൊണ്ട് ബാക്കിയൊക്കെ എഴുതി. അതൊക്കെ 10 മാർക്ക് കിട്ടി. ടോട്ടൽ 40 ആട്ടോ. എനിക്ക് 50 മാർക്ക് കിട്ടേണ്ടത് നിന്ന് ശ്രീന്റെ അതേ തിങ്സ് എഴുതിയോണ്ട് എനിക്ക് ടോട്ടൽ 45 മാർക്കായി ഗൈസ്. ഞാന് പേര് കറക്റ്റായി. ഇവിടെ എനിക്ക് പ്ലേസ് പോയി. പിന്നെ തിങ് കറക്റ്റായി. ആനിമല് പോയി. ഫിലിം കറക്റ്റായി. ടോട്ടൽ 25 മാർക്ക്. ഒന്നും ശരിയാവില്ല. ഈ സാരിന്ന് നഴല് പോലെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിത് പൂജയാക്കി. ഞാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത പെണ്ണ് വെച്ച് എഴുതി. പെണ്ണ് മാറ്റിക്കോ കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടാവും. ഇത് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പിങ്ക് കളറൊക്കെ എടുത്തതാണ്. ഓക്കെ ആയി.
അപ്പൊ ടോട്ടല് 45 പോയിന്റ് ആണ് എനിക്ക് കിട്ടിയുള്ളത്. ഇനി അടുത്ത ഞാനാണ് കിടക്കാൻ ഇപ്പൊ നമ്മള് 1 2 3 4 5 6 അക്ഷരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ക മ ച ഷ ന സ 3 അക്ഷരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് അപ്പൊ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ സ്ഥാ വെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ കിടക്കട്ടെ. എന്തൊരു ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ബസർ അടിച്ചാനുള്ള അല്ലേ? കിട്ടിയിട്ടുള്ളത്. Okay, ready? 3, 2, 1, go. ഫുള്ളാക്കാൻ പറ്റില്ല. ഞാൻ സാധനം എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പറയട്ടെ? അല്ല ശ്രീ തുടങ്ങിക്കോ. ഓക്കെ. നെയിം പ്രദീപ്. എനിക്ക് ഉറപ്പാണ്. പിക്കു. ഞാൻ പീലി. പീലിയാ? അങ്ങനെ ഒരു പീലിനെ കുട്ടിയൊക്കെ എന്താ വിളിച്ചൂടെ? പീലിന്ന് ഓ വിളിക്കാം. പിക്കൂന്ന് വിളിക്കാൻ പറ്റും. എന്തായാലും പീലിന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ. പ്ലേസ് പാല. ഓ പാലാഴി. ഇവളി കോഴിക്കോട് വിട്ട ഒരു പരിപാടി ഇല്ലട്ടോ. ഫുൾ പാലാഴി, മാങ്കാവ്, കാരപ്പറമ്പ്. അത് ഞാൻ എഴുതി. വേറെന്താ എഴുതിയില്ലല്ലോ. നരിക്കുരി. ഈ എന്താ സ്ഥലം എഴുതിയ? എഴുതിയില്ല. അത് എഴുതാൻ പോയപ്പോ ഇവിടെ ബസർ അടിച്ചു. പൂജട്ടോ പൂജട്ടോ. ഇടും ഞാൻ. തിങ്. സിംഗ്. പവിഴം. പവിഴം. പവിഴം എന്ന് പറഞ്ഞ ഓക്കെ. പാറ. പാല്. പാല് സ്ഥിരമായിട്ട് എല്ലാരും എഴുതുന്നതാ. ആനിമല്. പാമ്പ്. പാമ്പ്. പൂച്ച. അതിട്ട് 10 ഇട്ടിയാണ്. എനിക്ക് 5. സിനിമ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. പപ്പയുടെ സ്വന്തം അപ്പൂസ്. പൂച്ചക്കാര് മണി കെട്ടുമായിരുന്നു. പൂച്ചക്കാ വരെ എഴുതി. അത് ശരി. അത് സാരല്ല. നേരത്തെ ഞാൻ മറ്റേ അല്ല പൂച്ചയ്ക്ക് അവരെ എഴുതി കൊടുക്ക സല്ലുമാർക്ക്. അല്ല ചിന്താവിഷ്ടേക്ക് ചിന്താവാ എഴുതിയിട്ട് ബാക്കി കൊടുക്കില്ല. ചിന്താവിഷ്ടയ ശാമളക്ക് കിട്ടേണ്ടതാണ്. അത് തന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട വേണ്ട. ഞാൻ പട്ടണത്തിൽ സുന്ദരൻ. 10 20 30 40 45 മാർക്ക്. 10 20 30 35. ഞാൻ നേരത്തെ പോയിട്ടുള്ള 20 15 ഒക്കെ ഇപ്പൊ വെട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ ടൈം കിട്ടില്ല. നിങ്ങൾക്ക് എനിക്ക് അതില് വലിയ ഇതൊന്നുമില്ല. ടൈം കിട്ടില്ല. 30 35 25 45 35 45 35. എനിക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് 25 35 45 30 35 25 40. ഇത് ഒന്ന് നിങ്ങളെ 50 കിട്ടാൻ സഹായിക്കും. നിങ്ങൾ എന്താണ് ഞാൻ എഴുതി വെക്കുന്നത്? നിങ്ങൾ നോക്കുന്നുണ്ടോ? പിന്നെ വേറെ കിട്ടുന്നില്ല. അടുത്ത ഞാന് നല്ലൊരു ലെറ്റർ കിട്ടി. ഇവിടെ വെക്കാം. വീണ്ടും പാല് തന്നെ വന്നു നിന്ന്. അത് വെട്ടില്ല. ഓക്കെ. എഴുതാൻ തുടങ്ങി. കിട്ടുന്നില്ലല്ലോ. എന്താ ഇന്ത്യ നോക്കി എഴുതിയതേ. എല്ലാരും ഒരേ സ്ഥലത്താന്ന് ഒന്ന് പെട്ടിരിക്കുന്നത്. എനിക്ക് കോൺസെൻട്രേഷൻ വേണം. പ്ലേസ്മെന്റ് അല്ലേ? അയ്യോ എനിക്കൊന്നും കിട്ടില്ല. രാത്രി ടഫേനൊന്നും അറിയില്ലേനു. എനിക്കൊന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല എന്നല്ല, ഒന്നും കിട്ടുന്നില്ല. കൊറേ സിനിമ കിട്ടുന്നുണ്ട്. ആനിമൽ. ഒന്നും കൂടെ ഏകദേശം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് മിക്കവാറും ഗൂഗിൾ വേണ്ടി വരും. വായിക്കേ. നെയിം രാഖി. എന്റെ പഴയ പേരത്.
പഴയ പേര് ആ ഞാൻ നഴ്സറിയിലുള്ളപ്പോ എന്റെ പേര് അതായിരുന്നു, പിന്നെ പേര് മാറ്റിയതാണ്. ഇത് രേണുക. ഞാൻ രവീന്ദ്രൻ. സ്ഥലം രാമക്ഷേത്രം. അതൊരു സ്ഥലമാണല്ലോ. ബുദ്ധി ബുദ്ധി കുബുദ്ധി. ഞാൻ കൊറേ ആലോചിച്ച്, ഞാൻ കൊറേ രാമായണൊക്കെ തപ്പിപ്പോയി, പക്ഷെ കിട്ടുന്നില്ല. കിട്ടിയില്ല. സ്ഥലം കിട്ടിയില്ല. ഞാൻ രവിപുരം. അതേതാണ് സ്ഥലം? ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. രവിപുരം ഉണ്ട്. ആ സല്ലു തലയട്ടെ, പിന്നെ ഒന്നുമില്ല. കറക്റ്റാ. ഓക്കെ, രൂപ. രൂപ ആണ്. രൂപ. രാമച്ചം. രാമച്ചം. ശരി ശരി ശരി. രാമച്ചം സാധനം. രാമച്ചം എന്ന് പറഞ്ഞാല് കുളിക്കുന്ന തേക്കുന്ന എന്തോ ഒരു എന്താ ആയുർവേദം എന്തോ ഒരു സംഭവം. ആനിമല് ആർക്കും കിട്ടിണ്ടോ? രാജവമ്പാല. രാപ്പാടി. 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 കിളി. കിളി. രാപ്പാടി എന്ന് പറയുന്നത് അതൊന്നും എടുത്തതല്ലേ? രാത്രി പാടുന്ന കിളിയാണ് രാപ്പാടി. സെർച്ച് ചെയ്തു. ചല്ല് ഗൂഗിൾ ചെയ്തൊന്ന് തീരുട്ടോ. രാപ്പാടി നടിക്കി. ഇന്ത്യൻ നൈറ്റിംഗേലിന്റെ മലയാളം പേരെന്താ? രാപ്പാടി. അതെ, രാപ്പാടി. രാപ്പാടി. ഇന്ത്യൻ നൈറ്റിംഗേലിന്റെ മലയാളം പേരാണ് രാപ്പാടി. ഞാൻ മലയാളത്തിലാണല്ലോ എഴുതുന്നത്. രാജവമ്പാല ആരും എഴുതിയില്ലല്ലോ അല്ലേ? ഞാൻ എത്ര ആലോചിച്ചെന്നറിയോ? രണം. ഇത് വെട്ടിയിട്ട് രണം എഴുതണം ഞാൻ വിചാരിച്ചു. 5 എഴുതിയ ഫിലിമിന്റെ പേര് രണം. ഞാൻ എഴുതിയത് രസതന്ത്രം. രാക്കിളിപ്പാട്ട്. രാക്കിളിപ്പാട്ട്. ഞാൻ ആദ്യം രേണുകാന്ന് എഴുതി, വെറുതെ എഴുതി ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാൻ വെട്ടിയിട്ട് രസതന്ത്രം എഴുതി. രസതന്ത്രം വെട്ടിട്ട് ഞാൻ രണം എഴുതണമെന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് എഴുതിയില്ല. അതുകൊണ്ട് എന്റെ 5 മാർക്ക് എനിക്ക് കഴിച്ചില്ലേ. ടോട്ടൽ എനിക്കത് 40 പോയിന്റ് ആണ്. എനിക്ക് 35 പോയിന്റ് ആണ്. എനിക്ക് ടോട്ടൽ 45 മാർക്കാണ് കഴിച്ചത്. ഇവിടെ 10, 10, 5, 10, ഇവിടെ 10 ഉണ്ട് കേട്ടോ. പെണ്ണ് വർക്ക് ആവാനായിട്ടാണ്. ടോട്ടല് 45 മാർക്ക്. ഇനി അടുത്തത് 5 കൂടെ കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് ഇവിടെ തീരാണ്. നല്ല രസമുള്ള ഓക്കെ, challenge ആയിരുന്നു. ഞാൻ കറക്കട്ടെ. ലാസ്റ്റത്തെ ആണ് ഇത്. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഈ ഒക്കെ ഉണ്ട് ഇതില്. ഈ ഉണ്ട്, ബാ ഉണ്ട്. തന്നെ എഴുതാം. Go. ലാസ്റ്റ് ഞാൻ തന്നെ ഞാൻ പൊട്ടി. ഞാൻ 2 എഴുതിയില്ല. അതൊക്കെ ഏതാ സ്ഥലം? സ്ഥലം അതൊക്കെ ഉണ്ട്. അയ്യോ, അപ്പൊ അതും പോയില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു തുടങ്ങാം. പേര് ആതിര. അമ്മു. ആനി. 10 മാർക്ക്. പ്ലേസ് ആനക്കാമ്പോയില്. ആലക്കോട്. അമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടോ? ബസ് ഉണ്ട്. സ്ഥലം ഉണ്ടോ ആദ്യം നോക്ക്. ഇല്ലെങ്കിൽ എനിക്ക് 0 മാർക്ക് വെക്കുന്ന എനിക്ക് കുഴപ്പമില്ല. മഹാരാഷ്ട്രയിൽ അങ്ങനെ സ്ഥലമുണ്ട്. ഒരു സ്ഥലം ഉണ്ട് guys. കണ്ടോ? അതാ ഗൂഗിൾ മാപ്പ്. ഒറ്റയുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒരു മിനിറ്റ് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. അതൊക്കെ സത്യമായിട്ട് അറിയാതെ എന്തോ എഴുതി വെക്കല്ലേ? അല്ല, ഞാനില്ലേ അമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവണം. രാജസ്ഥാൻ അമ്പാടി എന്നുള്ള സ്ഥലമൊക്കെ വിചാരിച്ച മറ്റേ ഗുരുവായൂരിന്റെ അടുത്ത് എങ്ങനെയായിട്ട് അമ്പാടി എന്നുള്ള സ്ഥലം ഉണ്ടാവുന്നതാണ്. കോട്ടയത്തുണ്ട്. കോട്ടയത്ത് അമ്പാടി എന്ന് പറഞ്ഞ സ്ഥലം കൊടുക്ക് 10. ആനക്കാമ്പോയിൽ ഞാൻ എഴുതി. നീ എന്താ എന്റെ എനിക്ക് നോക്കുന്നത്? ഞാൻ എന്റെ നോക്കി പറഞ്ഞോളൂല്ലേ. തിങ്ങാവില്. അരി. അരളി. സമാധാനം. അരി എഴുതുന്ന് വിചാരിച്ചു ഞാൻ. അരി ഞാൻ എഴുതാൻ പോയിട്ട് ഇവരാരും എഴുതുന്നു ഉറപ്പിച്ചിട്ട് ഞാൻ വെട്ടിയതാ. അരണ. അട്ട. ഒന്നും എഴുതിയില്ല. ഒന്നും എഴുതിയില്ല. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഫിലിം അമ്മക്കിളിക്കൂട്. അച്ഛൻ ഉറങ്ങാത്ത വീട്. അത് ഫുൾ എഴുതിയിട്ടില്ല. അച്ഛനൂന്ന് മാത്രം എഴുതി വെച്ചിട്ട് പൈസ ബാക്കി ഫില്ലാക്കാൻ പറ്റിയില്ല. അതിനോട് മാർക്കില്ല. അത് മാർക്കില്ല. ഞാൻ എന്തൊരു കഷ്ടാണ്. അച്ഛനൂന്ന് ഞാൻ എഴുതി. അപ്പത്തേക്ക് ഇവിടെ ബസ്സറടിച്ചു. ഇതിൽ എനിക്ക് ഫുൾ മാർക്കാണ് ഗൈസ്. 50 പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 40 പോയിന്റ്സ് ഗൈസ്. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് 30 മാർക്കാണ് കിട്ടിയത്. ചിലപ്പോ കൂട്ടി വരുമ്പോ ശ്രീക്കൊക്കെ അത് ഓക്കേക്ക് കൂടുതൽ മാർക്ക്. ഫസ്റ്റ് 35 പ്ലസ് 50 പ്ലസ് 20 20 പ്ലസ് 15 പ്ലസ് പിന്നെ 50 പ്ലസ് 40 പ്ലസ് 45 പ്ലസ് 35 പ്ലസ് 50 പ്ലസ് 50 340 പോയിന്റ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 340 പോയിന്റ്സ് ആണ് ടോട്ടൽ കിട്ടിയത്. ഇനി അടുത്തതുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 30 പ്ലസ് 35 പ്ലസ്
25 പ്ലസ് 45 പ്ലസ് 35 പ്ലസ് 45 പ്ലസ് മാർക്കുണ്ട് ഗൈസ്. ഇല്ല 35 പ്ലസ് 40 പ്ലസ് അതാ ഇപ്പൊ തന്നെ 290 40 പ്ലസ് 10 മാർക്കിന്റെ ഡിഫറൻസിൽ ഇപ്പോൾ പിന്നിലാണ് ഇട്ടുള്ളത്. 10 മാർക്ക് 330 ആണ് എനിക്ക് 340 ഗൈസ് കിട്ടിയത്. 330 ആണ് എന്തായാലും ഈ സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ആയിരിക്കും. സെക്കൻഡ് ആണ് അതെ അല്ലേ? എനിക്ക് വലിയ മാർക്കൊന്നും ഇനി കിട്ടിയില്ല. നമുക്ക് ശ്രീന്റെ കൂട്ടാം. ആദ്യം തന്നെ 25 പ്ലസ് 35 പ്ലസ് 35 പ്ലസ് 45 പ്ലസ് 45 പ്ലസ് 30 പ്ലസ് 30 പ്ലസ് 35 പ്ലസ് 25 പ്ലസ് 40 പ്ലസ് 45 അത് അവസാനത്തെയാ അല്ല 30 ഉണ്ട് ഇനി. 30 310. ജസ്റ്റ് മാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും വ്യത്യാസം. അപ്പൊ അണക്ക് എത്രയായിരുന്നു? എനിക്ക് 330 എനിക്ക് 310 കിട്ടിയില്ലേ? 310 ശ്രീ. ഗൈസ് അപ്പൊ ഫസ്റ്റ് ആയിട്ടുള്ളത് 5 ആണ്. സെക്കൻഡ് ആയിട്ട് സെക്കൻഡ് ആയിട്ടുള്ളത് ഞാനാണ്. തേർഡ് ആയിട്ടുള്ള ഞാനാണ്. 5ക്ക് 340 ജസ്റ്റ് വ്യത്യാസം 10 മാർക്കിന് വ്യത്യാസത്തോടു കൂടി തൊട്ട് പുറകെ ഷാമിയ അതിന് എന്തൊരു ഹൈപ്പാ. 10 കിട്ടിയൊക്കെ ഒരു ഹൈപ്പും ഇല്ല. 310. 310. ഓക്കെ അത് ചെറുതൊന്നല്ല. ഞങ്ങൾ തൊട്ട് പിന്നെ ശ്രീ ഉണ്ട്. പ്രോത്സാഹനം. ഞങ്ങളെ തൊട്ട് പിന്നെ ശ്രീ ഉണ്ട്. ഞാനപ്പോ ചെയ്യല്ല. ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ചാലഞ്ച് എനിക്ക് ഈ കറണ്ട് പോയ സമയത്തൊക്കെ ഈ ലൈറ്റ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്നില്ല. അതേപോലെ തന്നെ കറണ്ടും പോയി. കറണ്ട് പോയി അതിന്റെ ഇടയിൽ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത. സൈനിങ് ഓഫ്.